വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ജീൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാം ബ്ലൂ കളർ ഷെയ്ഡ്സിൽ വരുന്ന ജീൻസാണ്. അപ്പോൾ ഈ ഒരു ജീൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായി കിടക്കുന്നതല്ല, കുറച്ചൊരു ലൂസായി കിടക്കുന്ന ടൈപ്പ് ജീൻസാണ്. സോ ഫസ്റ്റ് ജീൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്ലൂ കളറാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഓപ്പണിങ്ങും ഉണ്ട്, അതുകൂടാതെ തന്നെ സിപ്പർ ക്ലോഷറും വരുന്നുണ്ട്. പിന്നെ സ്റ്റൈല് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ബട്ടൺസ് ചെറുതായിട്ട് കാണാനും പറ്റും. ഇതിന് തന്നെ ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പോക്കറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ സിപ്പ് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് സിപ്പാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2299 റുപ്പീസാണ്. അത് 2300 വരും. റീസൈക്കിൾഡ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഒരു 20% റീസൈക്കിൾഡ് കോട്ടൺ ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ജീൻസ് ഇതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ളൊരു ജീനാണ്. കുറച്ചൊരു ഇലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് മോം ഫിറ്റ് ജീൻസ് ആണ്. ഹൈ വേസ്റ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ടേപ്പേർഡ് ആയിട്ടുള്ള ലെഗ്സ് ആണ് വരുന്നത്. ഇതൊരു ആംഗിൾ ലെങ്ത് ജീൻസ് ആണ്. പിന്നെ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട്. മറ്റേ ഫ്രണ്ടിലായിരുന്നു പോക്കറ്റ്സ്, പക്ഷേ ഇതിൻ്റെ തന്നെ ഫ്രണ്ടിൽ 2 സൈഡ്സിലായിട്ടാണ് പോക്കറ്റ്സ് വരുന്നത്. ഇതിനും സിപ്പർ ക്ലോഷർ ഉണ്ട്, അതേപോലെ തന്നെ ബട്ടൺ ക്ലോഷറും ഉണ്ട്, ബെൽറ്റ് ഇടാൻ ഓപ്ഷനും ഉണ്ട്. പോരാത്തതിന് ബാക്കിലോട്ടായിട്ട് 2 സൈഡ്സിൽ നമുക്കിങ്ങനെ ഒരു ഇലാസ്റ്റിക് പോലെ കാണാനും പറ്റും. ആംഗിൾ ലെങ്ത് ആണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻ സോളിയാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷ്ഡ് ജീൻസിൻ്റെ കളറായിരിക്കും. അങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു ബ്ലൂ കളറല്ല, കുറച്ചൊരു ഡിമ്മായിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഹൈ വേസ്റ്റ് ആണ്, അതുകൊണ്ട് ബെൽറ്റ് ഇട്ടാലും അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ ഇടാം. പക്ഷേ എനിക്കിതിട്ട സമയത്ത് കുറച്ചൊരു ലൂസ് ടൈപ്പായിരുന്നു. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3000 അടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബാക്കിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പോക്കറ്റ്സ് 2 സൈഡിലും അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ പോലെ തന്നെ ബട്ടൺ പോലത്തെ 2 സൈഡിലായിട്ട് ഡിസൈൻ പോലെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഫോറെവർ 21 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഈ ഒരു ജീൻസും നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ലൈറ്റ് കളർ ബ്ലൂ ജീൻസ് ആയിട്ടാണ് ഈ ഒരു ജീൻസിൻ്റെ കളർ വരുന്നത്. അത്യാവശ്യം താഴോട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ഫിറ്റ് മോഡലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 2499, അതായത് 2500 അടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെയും ആദ്യം കാണിച്ച പോലെ തന്നെ ഫ്രണ്ടിലായിട്ടാണ് 2 പോക്കറ്റ്സും വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മിനി പോക്കറ്റും അവൈലബിൾ ആണ്. സെയിം തന്നെ ബട്ടൺ ക്ലോഷറും ഉണ്ട്, അതേപോലെ തന്നെ സിപ്പർ ക്ലോഷറും ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ടല്ല, എല്ലാ സൈഡിലുമായിട്ട് നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റിച്ച് ഇട്ട മാതിരി ഒരു ഡിസൈൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേലത്തെ ഭാഗത്ത് അവൈലബിൾ ആണ്. താഴോട്ടല്ല, ഒരു മേൽഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഡിസൈൻ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ഭാഗത്ത് ചെറിയ ചെറിയ സ്ഥലത്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ടെങ്കിലും ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജീൻസാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഇടാം. ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കില്ല, കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീൻസാണിത്. ഇതാണ് നെക്സ്റ്റ് ജീൻ. ഇതൊരു മോം ഫിറ്റ് ജീനാണ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. അത് 2 സൈഡിലും നമുക്ക് ബട്ടൺ ഡിസൈനും കാണാൻ പറ്റും. അതേപോലെ സിപ്പർ ക്ലോഷറും ഉണ്ട്, ബട്ടൺ ക്ലോഷറും ഉണ്ട്, ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 2 സ്ഥലത്തും നമുക്ക് പോക്കറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് മിനി പോക്കറ്റ് കാണാൻ പറ്റുള്ളൂ. ഇതൊരു നോർമൽ ടൈപ്പ് ജീനാണ്, അധികം ടൈറ്റ് ഒന്നുമല്ല. പക്ഷേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ജീൻസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 2199 ആണ്. അതായത് 2200 അടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്ലൈയിങ് മെഷീൻ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം ഹൈ റൈസ് ആയിട്ടുള്ള ഒരു ജീനാണ്. നമുക്ക് ബാക്കിലും 2 സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പോക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളറും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിം ആയിട്ടുള്ള കളറാണ്. നെക്സ്റ്റ് വൺ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചൊരു ലൂസ് ടൈപ്പ് ആയിട്ടാണ്. താഴോട്ടൊരു ആംഗിൾ ടൈപ്പാണ് വരുന്നത്, ആംഗിൾ ലെങ്ത് ആണ് വരുന്നത്. പക്ഷെ മേലോട്ട് അത്യാവശ്യം ലൂസ് ആയിട്ടുള്ളതാണ്. ഇതിനും ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. അതേപോലെ തന്നെ സിപ്പർ ക്ലോഷറും ഉണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് എന്താ പറയുക പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അതേപോലെ മിനി പോക്കറ്റ്സും അവൈലബിൾ ആണ്. സെയിം ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡിസൈൻ പോലെ ബട്ടൺസ് കാണാൻ പറ്റും. അപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം വരുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ലെഗ് ജീൻസാണ്, ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലെഗ് ജീൻസാണ്.
ഇതിൻ്റെ സിപ്പ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് എന്താ പറയുക ഓപ്പൺ ആക്കുന്നൊക്കെ കുഴപ്പമില്ല. ചിലത് കുറച്ച് ടൈറ്റായിരിക്കും, പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജീൻസാണ്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുമാണ്. അതുകൊണ്ട് സിപ്പൊക്കെ ഓപ്പൺ ആക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. ഉള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബ്രാൻഡഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കുറച്ച് കൂടുതലായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3499 ആണ്, അതായത് ഒരു 3500 വരും. അത്യാവശ്യം റേറ്റുള്ള ടൈപ്പ് ഒരു ജീനാണിത്. നെക്സ്റ്റ് വണ്ണും ഒരു ലൈറ്റ് കളേർഡ് ആണ്, കംപ്ലീറ്റ്ലി ലൈറ്റ് കളേർഡ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ബോർഡേഴ്സിലൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൻ്റെയും ബട്ടൺ ക്ലോഷർ അവൈലബിൾ ആണ്. അതേപോലെ സിപ്പ് അത് കുറച്ചൊരു ക്വാളിറ്റി കുറഞ്ഞൊരു സിപ്പാണ്, ചില സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ജീനിനും വരുന്നത്. ബട്ടൺ ക്ലോഷർ ആണ് അതൊക്കെ, അതുകൂടാതെ ബെൽറ്റഡ് ആണുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് എന്താ പറയുക പോക്കറ്റ്സും അവൈലബിൾ ആണ്. സ്റ്റൈലീന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരും 1300 മാത്രമേ വരുന്നുള്ളൂ. സോ ആ ഒരു ക്വാളിറ്റി മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ പിന്നെയും കുറച്ചൊരു ഇലാസ്റ്റിക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്, കുറച്ച് ലൂസ് ടൈപ്പ്. ഇത്രയും ജീൻസിൽ ഏത് ജീൻസാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്